രാവിലെ തന്നെ നമുക്കൊരു ഓലമീന്റെ തല കിട്ടിയിട്ടുണ്ട് കേട്ടോ. വലിയൊരു തലയാണേ. ഇത് നമുക്ക് ഷാപ്പിലെ പോലെ കറി വെച്ച് നോക്കാം. നമ്മുടെ മീനെല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. കല്യാണത്തിന് പോകേണ്ടതുകൊണ്ട് ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് കുക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഉലുവെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുള്ളിയും ചതച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായി മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ മറന്നു കൂടെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ഉള്ളി വഴറ്റുന്ന സമയത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. കാരണം പറഞ്ഞല്ല, നമ്മൾ ഈ കടലിലെ മീനുകളൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്തില്ലേ ലാസ്റ്റ് ഉപ്പ് ഏറ്റവും നല്ലത്. കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് വരുമ്പോൾ മീൻ നന്നായിട്ട് ഉപ്പ് പിടിക്കും. അങ്ങനെ നമ്മുടെ തക്കാളി എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾക്ക് ഏകദേശം ഒരു 1.5 കിലോ മീനുണ്ട്. അപ്പം അതിലേക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി മസാല എല്ലാം കൂടി നമുക്ക് പച്ചമണം മാറുന്ന വരെ ഇളക്കിയെടുക്കാം കേട്ടോ. നേരത്തെ കുതിർത്തി വെച്ച കുടംപുളിയും അതിന്റെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മീൻ ഏകദേശം മുങ്ങിക്കിടക്കാൻ പാകത്തിന് വേണേ. അങ്ങനെ നമ്മുടെ മീൻകറി നന്നായി തിളച്ച എണ്ണയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഷാപ്പിലെ കറി ആയതുകൊണ്ട് തന്നെ വലിയ കഷ്ണം കേട്ടോ ഒട്ടിക്കുന്നത്. കൂടെ കുറച്ച് ചെറിയ കഷ്ണങ്ങളും. കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാൻ മറന്നുപോയായിരുന്നു. കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഇപ്പൊ നമ്മുടെ മീൻകറി ചെറുതായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വെന്തിട്ടൊന്നുമില്ല. ഇത്രയും നേരം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഞാൻ ഏറ്റവും അവസാനം കേട്ടോ മീൻകറിയിൽ ഉപ്പിടാറ്. ഇതെന്റെ അച്ഛനെ എനിക്ക് പഠിപ്പിച്ചു തന്നെ. നമ്മളെപ്പോഴും കുക്ക് ചെയ്യുന്ന സമയത്ത് മീനിൽ ലാസ്റ്റ് ഉപ്പിടാൻ വേണ്ടിയിട്ട്. അപ്പം വല്ലാത്തൊരു ടേസ്റ്റാണ്. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ഒരു പ്രത്യേക തരം ടേസ്റ്റ് ആണ്. എന്നിട്ടൊന്ന് അടച്ചു വെക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ പറമ്പിലുണ്ടായ നല്ല നാടൻ കപ്പയും തലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത് കേട്ടോ.